നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാരീസ് എനർജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. വാരീസ് ഗ്രൂപ്പിലെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് വാരി എനർജി ലിമിറ്റഡ് എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ PV മൊഡ്യൂൾ മാനുഫാക്ചറിങ് കമ്പനിയാണ് വാരീസ് എനർജി ലിമിറ്റഡ്. ഇവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ജിഗാവാട്ടാണ്. ഒരു ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ 1 ബില്യൺ വാട്ട് വരും. മില്യൺ അല്ല, ബില്യൺ വാട്ടാണ്. അതായത് 1000 മെഗാവാട്ടാണ് ഒരു ജിഗാവാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 12 ജിഗാവാട്ടാണ് ഇവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. PV മൊഡ്യൂൾ മാനുഫാക്ചറിങ് ആണ് സോളാറിൻ്റെ. അപ്പോൾ ഈ കമ്പനിയുടെ യൂണിറ്റുകളെല്ലാം തന്നെ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സൂററ്റ്, തുമ്പ്, നന്ദിഗ്രാം, ചിഖ്ലി എന്ന് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളത്. ഒക്ടോബർ 21 മുതൽ 23 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. 4321.44 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 3600 കോടി രൂപയും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാരീസ് എനർജീസ് ലിമിറ്റഡ് എന്നുള്ള ഈ സോളാർ PV മൊഡ്യൂൾ മാനുഫാക്ചറിങ് കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള PV മൊഡ്യൂൾസാണ് കമ്പനി നിർമ്മിക്കുന്നത്. അതിൽ ഒന്ന് മൾട്ടി ക്രൈ സ്റ്റാലിൻ മൊഡ്യൂള്, 2 മോണോക്രൈ സ്റ്റാലിൻ മൊഡ്യൂൾസ്, പിന്നെ മൂന്നാമത്തേത് ടോപ്പ് കോൺ മൊഡ്യൂൾസ്. ഇതെല്ലാം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൊഡ്യൂൾസും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. അതായത് ബൈഫേഷ്യൽ മൊഡ്യൂൾസ്, പിന്നെ ഫ്രെയിംഡ് ആയിട്ടും അൺഫ്രെയിംഡ് ആയിട്ടുമുള്ള അതിൻ്റെ തന്നെ പല വേരിയേഷൻസ്, പിന്നെ ബിൽഡിംഗ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസ്, ഇങ്ങനെ പല തരത്തിലുള്ള PV മൊഡ്യൂൾസ് വാരി നിർമ്മിക്കുന്നുണ്ട്. കമ്പനിയുടെ പഞ്ച് ലൈൻ തന്നെ വാരി വൺ വിത്ത് ദ സൺ എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പഞ്ച് ലൈനാണ് കമ്പനിയുടേത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രോത്സാഹനം പാരമ്പര്യേതര ഊർജ്ജ മേഖലയ്ക്ക് വളരെയധികം ഉള്ള ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ സൂര്യഘർ എന്നുള്ള പേരിൽ പുരപ്പുറ സോളാർ പദ്ധതി നമ്മളുടെ നാട്ടിൽ വളരെയധികം സിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വലിയ സബ്സിഡി എല്ലാം കൊടുത്തുകൊണ്ട് രാജ്യത്ത് ഉടനീളം ഇത്തരത്തിലുള്ള സോളാർ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരി എനർജി എന്ന ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് വളരെയധികം ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ജൂൺ 24 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഓർഡർ ബുക്ക് വലിയ നിലവാരത്തിൽ ഉള്ള പ്രോത്സാഹനകരമായിട്ടുള്ള കണക്കുകളാണ് കാണിക്കുന്നത്. 16.66 ജിഗാവാട്ടിൻ്റെ ഓർഡറാണ് കമ്പനിക്ക് ആ സമയത്ത് ഉള്ളത്. അതായത് ഡൊമസ്റ്റിക് ഓർഡേഴ്സും എക്സ്പോർട്ട് ഓർഡേഴ്സും ഫ്രാഞ്ചൈസികളുടെ അടുത്തു നിന്നുള്ള ഓർഡേഴ്സും ഇക്കൂട്ടത്തിൽ പെടുന്നതാണ്. അത് കൂടാതെ കമ്പനിക്ക് ഒരു 3.75 ജിഗാവാട്ടിൻ്റെ ഓർഡർ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള വാരി സോളാർ അമേരിക്കാസ് INC എന്നുള്ള കമ്പനിയുടെ പേരിൽ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള അമേരിക്കയിലുള്ള അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയുടെ പേരിലും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി കസ്റ്റമേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും വലിയ ഒരു കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിൻ്റെ നിര തന്നെ, പ്രസിദ്ധരായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നിര തന്നെ വാരീസ് എനർജിക്കുണ്ട്. ഉദാഹരണത്തിന് റിന്യൂ പവർ, അക്മെ, ഹീറോ സോളാർ, മഹീന്ദ്ര സസ്റ്റൻ, SL ഇൻഫ്ര, AMP എനർജി, സുഖ്ബീർ അഗ്രോ എനർജി, സോളാർ വേൾഡ് എനർജി, റേസ് പവർ ഇൻഫ്ര തുടങ്ങിയിട്ടുള്ള വലിയൊരു നിര തന്നെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയാം, 369ഓളം ഫ്രാഞ്ചൈസീസ് 2024 ജൂണിലെ കണക്ക് വെച്ചിട്ട് കമ്പനിക്കുണ്ട്. അത് കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡ, ഇറ്റലി, ഹോങ്കോങ്, തുർക്കി, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും കമ്പനിക്ക് വലിയ കസ്റ്റമേഴ്സിൻ്റെ നിരയുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാന പ്രൊമോട്ടർ ഹിതേഷ് ചിമൻലാൽ ദോഷി. അദ്ദേഹമാണ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അതുകൂടാതെ വീരൻ ചിമൻലാൽ ദോഷി, പങ്കജ് ചിമൻലാൽ ദോഷി എന്നീ 2 ഇൻഡിവിജ്വൽ കൂടിയുണ്ട്. അതുകൂടാതെ മഹാവീർ തെർമോ എക്യുപ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പുതിയ പേര് വാരി സസ്റ്റൈനബിൾ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റി കൂടി ഇതിൻ്റെ
പ്രൊമോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ഇവരുടെ കൈവശമായിരുന്നു ഇഷ്യൂവിന് മുമ്പ് 71.8% ഓഹരികളും. ഇഷ്യൂ കഴിയുമ്പോൾ അത് 64.3% ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്കറിയാം 721.44 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ആണ് ഇവർ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാരി സസ്റ്റൈനബിൾ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയും ഒരു ഷെയർ ഹോൾഡറായിട്ടുള്ള ചന്ദർക്കർ എന്ന് പറയുന്ന വ്യക്തിയുമാണ് ഇത്രയും ഓഹരികൾ വിറ്റഴിക്കുന്നത്. കമ്പനിയുടെ പ്രധാന മാനുഫാക്ചറിങ് യൂണിറ്റ് സൂററ്റിലാണ്. ഗുജറാത്തിലെ സൂററ്റ് കൂടാതെ തുമ്പ്, ചിഖ്ലി, നന്ദിഗ്രാം, അതുകൂടാതെ ഉത്തർപ്രദേശിലെ നോയിഡ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. ഏറ്റവും ഒടുവിലെ കണക്ക് അനുസരിച്ച് ഏകദേശം 1760ഓളം എംപ്ലോയീസ് കമ്പനിയുടെ പേറോളിലുണ്ട്. അതിൽ സ്കിൽഡ് ലേബേഴ്സും വരും, അതുകൂടാതെ മറ്റു തരത്തിലുള്ള ലേബേഴ്സും ഇക്കൂട്ടത്തിൽ അവരുടെ പേറോളിൽ വരുന്നുണ്ട്. ഇനി മറ്റ് കീ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 43.06, PE റേഷ്യോ 34.9, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 30.36%, NAV 154.96 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ റവന്യൂ 2023 6,860.36 കോടി രൂപയായിരുന്നത് 2024 മാർച്ച് 31 ആയപ്പോഴത്തേക്കും 11,632.76 എന്നുള്ള ലെവലിലേക്ക് വളർന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം അതുപോലെ തന്നെ 2023 500.28 കോടി രൂപയായിരുന്നു അറ്റാദായമെങ്കിൽ അത് അടുത്ത വർഷം 2024 ആയപ്പോഴത്തേക്ക് 1,274.38 കോടി രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് റവന്യൂവിൽ 70%, അറ്റാദായത്തിൽ 155% ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് 2023 നിന്ന് 24 വരുമ്പോഴത്തേക്കും കമ്പനിയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് വളരെ മികച്ച ഒരു റിസൾട്ടാണ് കമ്പനി ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, അവർ 3600 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികൾ വിറ്റ് കമ്പനിയിലേക്ക് പണം വരുന്നുണ്ട്. അത് കമ്പനി വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. 2775 കോടി രൂപ അവർ ഒഡീഷയിൽ ഒരു പുതിയ പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ വെബ്സോൾ എനർജിയും പ്രീമിയർ എനർജീസുമാണ് അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്ററായിട്ട് കമ്പനി അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ മൊഡ്യൂൾ നിർമ്മാതാക്കളായിട്ടുള്ള വാരീസ് എനർജിയുടെ IPO ശേഷം ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുക. ഇത് ഓപ്പൺ ആവുന്നത് ഒക്ടോബർ 21 തീയതിയാണ്. 21 മുതൽ 23 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 1427 രൂപ മുതൽ 1503 രൂപ വരെയാണ് അതിൻ്റെ പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഓഹരികൾ 3600 കോടി രൂപയ്ക്കുള്ളതുണ്ട്. 48 ലക്ഷം ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ 721.44 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം 4321.44 കോടി രൂപയ്ക്കുള്ളതാണ്. ഇവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കമ്പനി ഒരു 65 കോടി രൂപ റിസർവ് ചെയ്തിട്ടുണ്ട്. 65 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് നൽകുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. ഇതിൻ്റെ മിനിമം ഒരു റീറ്റെയിലർ ബിഡ് ചെയ്യേണ്ടത് 9 ഓഹരികളാണ്. അങ്ങനെ 14 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള HNIസിനാണെങ്കിൽ 15 ലോട്ട് മുതൽ 73 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിഗ് HNI ആണെങ്കിൽ 74 ലോട്ട് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത് 10 രൂപയാണ്. റീറ്റെയിലേഴ്സിന് 35%, HNIസിന് 15%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50% കമ്പനി ഓഹരികൾ നൽകുന്നത്. ഒക്ടോബർ 24 തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഒക്ടോബർ 28 തീയതി ലിസ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ SBI ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, പിന്നെ IIFL സെക്യൂരിറ്റീസ്, ജെഫ്രീസ് ഇന്ത്യ, പിന്നെ നുവോമ ഫിനാൻഷ്യൽസ് അഡ്വൈസറി, പിന്നെ ഇൻറ്റൻസീവ് ഫിനാൻഷ്യൽ സർവീസസ്, ITI ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ്. ഇതിൻ്റെ രജിസ്ട്രാർ വരുമ്പോൾ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയാണ്.
ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത് ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരി തന്നെയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ 43,178.67 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് വളരെയധികം, അതായത് 70%-ലധികം റവന്യൂവിൽ 2023 നിന്ന് 24 വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ടോപ്പ് ലൈനും ബോട്ടം ലൈനിലും ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടം. 70%-വും 155%-വുമാണ് അത്തരത്തിൽ വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വളരെ മികച്ച ഒരു നേട്ടം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം, ഇപ്പം തന്നെ ഗ്രേ മാർക്കറ്റിൽ ഇതിന് 80%-ലധികം വർധനവിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ മികച്ച ഒരു ഓഹരി തന്നെയാണ്. പിന്നെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും എല്ലാം തന്നെ സോളാറിന് വലിയ ഒരു പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലും ഇൻ്റർനാഷണൽ തലത്തിലും ഇത്തരത്തിലുള്ള പാരമ്പര്യ ഇതര ഊർജ്ജത്തിന് ഇപ്പോൾ വലിയ പ്രോത്സാഹനമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ വാരീസ് വൺ വിത്ത് ദ സൺ എന്നുള്ള ഈ കമ്പനി വളരെ അധികം ഫ്യൂച്ചറുള്ള ഒന്ന് തന്നെയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. വാരീസ് എനർജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട, കമൻറ്റുകൾ ഇടുക, വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.